ഹലോ നമസ്കാരം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്ന നമ്മുടെ 0 എന്ന് പറഞ്ഞ് കിടക്കുന്ന ഫസ്റ്റ് വീഡിയോ കാണുക. ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 2 കാണുക. നമ്മളിതൊരു വലിയ സീരീസ് ആയിട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. നിങ്ങൾ കംപ്ലീറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീ ആയി പഠിപ്പിക്കാനുള്ള പ്ലാനിലാണ്. സമയം കളയാറ് ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോണേ നോക്കാം. നമ്മൾ ഇന്നലെ സംസാരിച്ച് നിർത്തിയത് സോഷ്യൽ മീഡിയയും അതായത് മെറ്റയും ഗൂഗിളും ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു താങ്ങ് തടി എന്ന് പറയുന്നത് എന്നുള്ളതിലാണ്. ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഒരു പുഴയാണ്. കടലൊന്നും അല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ജസ്റ്റ് ഒരു പുഴ. പക്ഷെ അത്യാവശ്യം ആഴമുള്ള ഒരു പുഴയും കൂടിയാണ്. ഇതിൽ എവിടെ ആഴമെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ പുഴയിൽ പ്രധാനമായും 4 സാധനങ്ങളാണ് ഉള്ളത്. നമ്പർ 1 SEO, നമ്പർ 2 SMM, നമ്പർ 3 സോമൻ, നമ്പർ 4 സോമ, SEO, SMM എന്നാണ് ഞാൻ പറയാറ്. അപ്പൊ SEO എന്താണെന്ന് നോക്കാല്ലേ. SEO വളരെ സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യാനാണെങ്കിൽ ഓർഗാനിക് ആയി വരുന്ന ഗ്രോത്ത് ആണ്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. അപ്പൊ എന്താണ് സെർച്ച് എഞ്ചിൻ എന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ചു. നമ്മുടെ ഗൂഗിളാണ് നമ്മുടെ സെർച്ച് എഞ്ചിൻ നമുക്ക് സംസാരിച്ചു. അപ്പൊ എന്താണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്? നമ്മുടെ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, നമ്മുടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഈ സാധനങ്ങളിൽ പലരും പലതായിരിക്കും സെർച്ച് ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു ക്ലയന്റ് ഇറച്ചി കച്ചവടം നടത്തുന്ന ഒരാളാണെന്ന് കരുതുക. ഈ ഇറച്ചി കച്ചവടം നടത്തുന്ന ഇദ്ദേഹത്തിന്റെ കസ്റ്റമേഴ്സ് എന്തായിരിക്കും സെർച്ച് ചെയ്യുന്നുണ്ടാവുക? ചിക്കൻ പാർട്സ് എന്ന് സെർച്ച് ചെയ്യാം, ചിക്കൻ ലിവർ എന്ന് സെർച്ച് ചെയ്യാം. ഒരേ പ്രൊഡക്റ്റിന് 2 പേരുകളല്ലേ. പാർട്സ് എന്ന് സെർച്ച് ചെയ്തു, ലിവർ എന്ന് സെർച്ച് ചെയ്തു. അല്ലെങ്കിൽ ചിക്കൻ ലെഗ് പീസ്, റോ ലെഗ് പീസ്, ചിക്കൻ മാരിനേറ്റഡ്, ബോൺലെസ് ചിക്കൻ, ചിക്കൻ കറി കട്ട്സ് എന്നൊക്കെ സെർച്ച് ചെയ്യാല്ലേ. ഇതൊക്കെയാണ് കസ്റ്റമറാണ് നമ്മൾ ആലോചിക്കുമ്പോൾ. അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ കണ്ടന്റ്, അവരുടെ ലാർജ്ലി SEO വർക്ക് ചെയ്യുന്നത് വെബ്സൈറ്റ്സിനാണ്. അപ്പോൾ വെബ്സൈറ്റിൽ ഓർഗാനിക് ആയ ആളുകൾ എത്തണമെങ്കിൽ അവരെന്താണോ സെർച്ച് ചെയ്യുന്നത് അത് നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടാവണം. വെബ്സൈറ്റിൽ ഉണ്ടായാൽ മാത്രം പോരാ, വെബ്സൈറ്റിൽ ഉണ്ട് എന്ന് ഗൂഗിൾ അണ്ണന് തോന്നുകയും വേണം. സോ എന്നാൽ മാത്രമാണ് ഗൂഗിൾ അണ്ണൻ ഓക്കെ ഇവരിത് സെർച്ച് ചെയ്തു, ഇതിന് കിട്ടിയ റിസൾട്ട് ഇതാണ്, അപ്പൊ ഞാൻ ഇത് കാണിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ച് ഗൂഗിൾ കാണിച്ചു കൊടുക്കും. സോ അവിടെയാണ് നമ്മുടെ സെർച്ച് എഞ്ചിന്റെ ഭാഗമായിട്ട് നമ്മളുടെ കണ്ടന്റിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നിടത്ത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ വരുന്നത്. ഇനി രണ്ടാമത്തത് SMM എന്ന് പറഞ്ഞാൽ എന്താണ്? സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്നുള്ളതിനെയാണ് ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, SEM എന്ന് പറയുന്നത്. ഇവിടെ എന്തോ വ്യത്യാസം ഉണ്ടല്ലോ. സെർച്ച് ഉണ്ട്, എഞ്ചിൻ ഉണ്ട്, പക്ഷെ ഒപ്റ്റിമൈസേഷൻ അല്ല, മാർക്കറ്റിംഗ് ആണ്. ബേസിക്കലി നമ്മുടെ മലയാളികൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണല്ലേ, പെട്ടെന്ന് നമുക്ക് സാധനം കിട്ടണം, പെട്ടെന്ന് നമ്മുടെ അസുഖം മാറണം, പെട്ടെന്ന് നമുക്ക് റിസൾട്ട് വേണം. ഇങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞു ചിക്കൻ പാർട്സും ലിവറിന്റെ കാര്യമൊക്കെ അല്ലേ. സെയിം ഐഡിയ, സെയിം കാര്യം, എല്ലാം അത് തന്നെ. പക്ഷെ ഗൂഗിളിന് കണ്ടുപിടിച്ച് അത് എടുത്ത് നമ്മളെ മുകളിലേക്ക് വെക്കാനുള്ള ഗ്യാപ്പ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പൈസ കൊടുക്കുക ഗൂഗിളിന്. ഈ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് എന്റെ വെബ്സൈറ്റ് കാണിക്കുക. ഇപ്പൊ ഗൂഗിൾ കാശ് വേണം, എന്നിട്ട് വരും ഓക്കെ ശരി ചിക്കൻ പാർട്സ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ശശി ചേട്ടന്റെ തട്ടുകട കാണിച്ചു കൊടുക്കും. ഇതാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മൾ പൈസ കൊടുക്കുന്നു, നമ്മൾ ആ കീവേഡിന് വേണ്ടി നമ്മൾ ബിഡ് ചെയ്യുന്നു. ലാർജ്ലി ചെയ്യുന്നത് ഗൂഗിൾ ആഡ്സ് ആണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അത് കറക്റ്റായി ഒപ്റ്റിമൈസ് ചെയ്ത് നമ്മളൊരു ആഡ് റൺ ചെയ്യുന്നു. ഇത് ഫൈനലി SMM ആകുന്നു. ഇതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് മെറ്റ ആഡ്സിന്റെ പോലെയല്ല. ഗൂഗിൾ ആഡ്സ് ഇസ് വെരി എക്സ്പെൻസീവ്. അറ്റ്ലീസ്റ്റ് ഒരു 50 to 1 lakh ബഡ്ജറ്റിലാണ് നമ്മൾ എപ്പോഴും ഗൂഗിൾ ആഡ്സ് വർക്ക് ചെയ്യിപ്പിക്കുക. ബിക്കോസ് എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു എക്സ്പെക്റ്റഡ് ലീഡിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ, അതുപോലെ ഒരു എക്സ്പെക്റ്റഡ് റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അടുത്തത് സോമൻ. ആരാണ് സോമൻ? സോമൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സോഷ്യൽ മീഡിയയാണ് നമ്മൾ സോമൻ എന്ന് വിളിക്കുന്നത്. സോമന്റെ ഗുണവും ദോഷവും ഒന്ന് തന്നെയാണ്. നമ്പർ ഓഫ് പീപ്പിൾ ഒരുപാടാണ്, നമ്പർ ഓഫ് ആളുകൾ, നമ്മൾ കൺവിൻസ് ചെയ്യിക്കേണ്ട ആളുകൾ ഒരുപാടാണ്. അതിൽ നമ്മുടെ കസ്റ്റമേഴ്സ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒഴിച്ചിരിപ്പുണ്ടോ? അപ്പൊ അതുകൊണ്ട് സോമൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോമനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെ സോമന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഇത് എങ്ങനെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുള്ളതിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അവിടെയാണ് നമ്മുടെ കോമയുടെ ആവശ്യം വരുന്നത്, അഥവാ കണ്ടന്റ് മാർക്കറ്റിംഗ്. കോമയെ കൊണ്ടുള്ള ഉപയോഗവും കോമയെ കൊണ്ടുള്ള ദോഷവും എന്ന് പറയുന്നത്, കോമ നല്ല രീതിയിലല്ല എങ്കിൽ ഇവിടെയുള്ള എല്ലാവരും കോമയിലാവും എന്നുള്ളതാണ്. അതായത് കണ്ടന്റ് നമ്മൾ കറക്റ്റായിട്ടല്ല ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എങ്കിൽ
കണ്ടന്റ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടല്ല എങ്കിൽ ഈ ബാക്കിയുള്ളവരെല്ലാവരെയും നമുക്ക് കോമയിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് എപ്പോഴും ഒരു ഡിജിറ്റൽ മാർക്കറ്റർ, എസ്പെഷ്യലി വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്ററിന്റെ ആവശ്യം വരുന്നത്. എക്സ്പീരിയൻസ് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കോമൺ സെൻസ് ഉണ്ടെങ്കിൽ കോമയെ നമുക്ക് വശത്താക്കാൻ പറ്റും. കോമ ഉണ്ടെങ്കിൽ സോമനും SEOയും SMM ഒക്കെ നമ്മുടെ കൂടെ ഇങ്ങോട്ട് പോരും. ഇനി നമുക്ക് അതിലേക്ക് കിടക്കാം. കോമ എന്താണ്? കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, ഹൈ എന്നിട്ട് എത്ര പേർക്ക് ഒരു പോസ്റ്റർ, ഒരു വീഡിയോ അല്ലേ? പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഇതിനെ വളരെ വൃത്തിയായി ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ കണ്ടന്റ് എന്ന് പറയുന്നത് ഈവൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലും ഒരു കണ്ടന്റ് ആണ്. അതായത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു ഗൈഡ് ലൈനിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. സോ അതുപോലും ഒരു കണ്ടന്റ് ആണ്. ആൻഡ് കണ്ടന്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിനെ ലാർജ്ലി തിരിക്കുക 3 ആയിട്ടാണ്. ഒന്ന് ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ള കണ്ടന്റ്, അതായത് ടൈപ്പ് ചെയ്ത് വരുന്ന അക്ഷരങ്ങളെല്ലാം ഉള്ള കണ്ടന്റ്. നമ്പർ 2 ഇസ് ഡിസ്പ്ലേ, വിഷ്വൽ, കണ്ണുകൊണ്ട് കാണുന്ന കണ്ടന്റ്. കണ്ണുകൊണ്ട് ടെക്സ്റ്റ് കാണില്ലേ? കാണും. പക്ഷെ എന്നാലും ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ. ഇപ്പൊ ഈ എഴുതിയിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാം, പക്ഷെ ഇതൊരു സൗന്ദര്യത്തിൽ മുങ്ങി നിൽക്കുന്ന സാധനമൊന്നുമല്ല. എന്റെ ഹാൻഡ് റൈറ്റിംഗ് കൊണ്ട് ഇത് വൃത്തികേടായിട്ടുമുണ്ട്. അപ്പം ഇതിനെ നമ്മൾ ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ള കണ്ടന്റ് ആയും ഡിസ്പ്ലേ ഫോർമാറ്റിലുള്ള കണ്ടന്റ് ആയും മൊബൈൽ ഫോർമാറ്റിലുള്ള കണ്ടന്റ് ആയും നമ്മൾ തിരിക്കും. അതായത് ചില കണ്ടന്റുകൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അത് വളരെ മൊബൈൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് 99% ഓഫ് കോമ എന്ന് പറയുന്നത് മൊബൈൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. കാരണം എന്താണ്? നമ്മുടെ സോമൻ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ലാപ്ടോപ്പിൽ നിന്നല്ല, അത് യൂസ് ചെയ്യുന്നത് ഫോണിൽ നിന്നാണ്. സോ അതുകൊണ്ട് നമ്മൾ കണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കും അത് ഡിസ്പ്ലേ കണ്ടന്റ് ആണോ, ഡാറ്റ കണ്ടന്റ് ആണോ, അല്ലെങ്കിൽ ഡിസ്പ്ലേ കണ്ടന്റ് ആണോ, അല്ലെങ്കിൽ വെർബൽ കണ്ടന്റ് ആണോ, അതല്ലെങ്കിൽ ടെക്സ്റ്റ് കണ്ടന്റ് ആണോ നോക്കും. അത് കഴിഞ്ഞ് നമ്മൾ അത് ആക്ച്വലി അതിന്റെ ഒപ്റ്റിമൈസേഷൻ കേപ്പബിലിറ്റീസ് എങ്ങനെ വരണം നോക്കും. മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണോ, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഫ്രണ്ട്ലി ആയിരിക്കണോ, ഇതല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ ബോർഡ് ഫ്രണ്ട്ലി ആയിരിക്കണോ നിങ്ങളുടെ കണ്ടന്റ്, എങ്ങനെയാണ് ഈ കണ്ടന്റ് പോസ്റ്റ് ആവുന്നത്, അതിന്റെ ഫോർമാറ്റിലേക്ക് നമ്മൾ നോക്കും. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം നമ്മൾ നോക്കുന്നതാണ് ഇതിന്റെ ഫീസിബിലിറ്റി. ഈ കണ്ടന്റ് എങ്ങനെയാണ് ഈ കണ്ടന്റ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഈ കണ്ടന്റിന്റെ പേർപ്പസ്, അതാണ് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇപ്പൊ ഇതിൽ നിന്നാണ് നമ്മളെല്ലാം തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഒരു വലിയ കുഴിയെ കുറിച്ച് പറഞ്ഞില്ലേ. ഈ കുഴി എന്ന് പറയുന്നത് ഡാറ്റ. എവറിത്തിങ് സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ് ഇൻ ഡേറ്റ. ഒരു കമ്പനി, ഫോർ എക്സാമ്പിൾ വിപ്രോ എങ്ങനെയാണ് അവര് തുടങ്ങുന്ന സീരീസ് ഓഫ് ബിസിനസ്സുകൾ അവർക്ക് വിജയിപ്പിക്കാൻ പറ്റുന്നത്? ബിക്കോസ് അവർ വർഷങ്ങളായി സ്വരുക്കൂട്ടി വെക്കുന്ന ഡാറ്റ. വേറൊരു എക്സാമ്പിൾ പറയും. നമ്മുടെ കേരളത്തിന്റെ കേസിലാണെങ്കിൽ നെസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഇന്നത്തെ അസൈൻമെന്റ് ഏതാണ്? നെസ്റ്റ് കമ്പനിക്ക് എന്തൊക്കെ ബിസിനസ്സുകൾ ഉണ്ടെന്ന് നിങ്ങൾ നോക്കുക. ആൻഡ് എങ്ങനെയാണ് ഇവർ ഈ ഓരോ ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് നോക്കുക. അത് തമ്മിൽ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ദാറ്റ് ഈസ് യുവർ ടുഡേയ്സ് അസൈൻമെന്റ്. അപ്പോൾ ഒട്ടും മറക്കണ്ട, ലിങ്ക്ഡിനിലൊക്കെ ടാഗ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ പാർട്ട് 2 ഓഫ് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.